കോൺക്രീറ്റ് ആണ് മൊത്തത്തിൽ മാർക്കറ്റിൽ തിളങ്ങി നിൽക്കുന്നത്. അതെ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കോസ്റ്റ് ഫ്രാക്ഷൻ ROI വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്കീം വന്നു. ഇതിനകത്ത് ഈ ഓൺഗ്രിഡിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും ആൾക്കാരെ നോക്കുന്നത് ആദ്യം നമ്മൾ സോളാറിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും പറയും എനർജി അതൊന്നും പ്രശ്നമില്ല, ഇലക്ട്രിസിറ്റിക്ക് ഇത്ര കൊടുത്താൽ പോരെ. അപ്പോൾ അത് ഞങ്ങൾ മന്ത്ലി ഇപ്പം ഞങ്ങൾ 2000 രൂപ അടയ്ക്കുന്നു, 3000 രൂപ അടയ്ക്കുന്നു, 4000 രൂപ അടയ്ക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷം രൂപ മുടക്കിയത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ആ പൈസ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് അടയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സോളാറിന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ ഓൺ ഗ്രിഡിനകത്ത് വരുന്ന സമയത്ത് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓഫ് ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ഓൺ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം സിനാരിയോ വേറെയാണ്. കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റിൻ്റെ ലൈഫ് ആവറേജ് 25 ഇയേഴ്സാണ്. ഈ 25 ഇയേഴ്സിനകത്ത് നമ്മുടെ ഇന്നത്തെ ഡൊമസ്റ്റിക് ലെവലിലുള്ള സ്ലാബ് വൈസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി താരിഫ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 to 5 ഇയേഴ്സ് ടൈമിനകത്ത് നമുക്ക് എത്ര രൂപ നമ്മൾ പ്ലാന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് റിക്കവർ ചെയ്യും. അതായത് പേ ബാക്ക് പീരീഡ് ഈസ് വിതിൻ 4 to 5 ഇയേഴ്സ്.